ഈ വയസ്സിൽ മമ്മൂക്കയുടെ ആ സ്വാഗ് ഇത് സ്ക്രീൻ പ്രസൻസ് എന്നാ ഭംഗിയാന്ന് ഒരു രക്ഷയില്ല. ഓരോ സീൻസും ഭയങ്കര രസമുണ്ട്, നല്ല രസമായിട്ട് എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് എന്തിനായിരുന്നു? ഓക്കെ, അത് അദ്ദേഹത്തിന്റെ ഇഷ്ടം. ഫുൾ ആക്ഷൻ പടം, 100% ആക്ഷൻ പടം. തുടങ്ങുന്നത് മുതൽ അവസാനം വരെ ആക്ഷൻ തന്നെ. എന്തോന്ന് പടം, മമ്മൂട്ടി ഫിലിമിൽ ഇങ്ങനെ ഒരു ഫൈറ്റ് കാണുന്നത് ആദ്യമായിട്ടാണ്. സൂപ്പറാണ് ഇടി പടം. ആക്ഷനൊക്കെ നല്ല അടിപൊളി ആക്ഷൻ ആയിരുന്നു. മമ്മൂട്ടിയുടെ സൂപ്പർ ഒരു ആക്ഷൻ മൂവിയാണ്. മാസ് ആക്ഷൻ എൻ്റർടൈൻ മൂവി നല്ല ഇഷ്ടപ്പെട്ടു ചേട്ടാ. എനിക്ക് എന്താ പറയുക, മമ്മൂട്ടിയുടെ ആക്ഷൻ കോമഡി പടമാണ്. ഓരോ സീൻസും ഭയങ്കര രസമുണ്ട്, നല്ല രസമായിട്ട് എടുത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിക്കോട്ടെ, തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണ്. മമ്മൂട്ടിയുടെ എന്താ പറയുക, എൻട്രിയൊക്കെ ഭയങ്കര രസമുണ്ട്. സെക്കൻഡ് ഹാഫിലാണ് കൂടുതൽ മാസമുള്ളത്. നല്ല മൂവി. എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് നെഗറ്റീവായിട്ടൊന്നും തോന്നിയില്ല, എനിക്കിഷ്ടപ്പെട്ടു. എവിടെയോ ചെറിയൊരു ലാഗ് ഫീൽ ചെയ്തു, പക്ഷേ കൊള്ളാം, നല്ല സിനിമ. പടം നല്ല പടമാണ്. പിന്നെ ഒറ്റ കാര്യമുള്ള ഈ ട്രെയിലറിൻ്റെ ഇതിലും അതുപോലെ തന്നെ ഭയങ്കരമായ ഹൈപ്പിൻ്റെ എക്സ്പെക്ടേഷൻ വന്നാൽ ചിലപ്പോൾ ഒരു ചെറിയ ഡിസപ്പോയിൻമെൻറ്റ് വരും. അപ്പോൾ അങ്ങനെ ഒരിക്കലും വരരുത്. മമ്മൂക്കേനെ കാണുന്ന വെച്ചാൽ മമ്മൂക്കയുടെ മാസ് സ്വാഗ് ഫുൾ ത്രൂ ഔട്ട് നിൽക്കുകയാണ്. മനോഹരമാണ് മമ്മൂക്ക, ഒരു രക്ഷയില്ല പറയാൻ. അപ്പം എന്തായാലും അത് വന്ന് കാണുക. അതുപോലെ തന്നെ വൈശാഖിൻ്റെ ഡിറക്ഷനിൽ ചിലയിടത്തൊക്കെ കുറച്ച് ഭയങ്കരമായിട്ട് ഹൈപ്പും വരുന്നുണ്ട്, ചിലയിടത്ത് ഗ്രാഫും താഴുന്നുണ്ട്. അതിൻ്റേതായ ഒരു ചെറിയ ഒരു വേവേർഡ് മൂവ്മെൻറ്റ്സ് ഉണ്ട് മൊത്തം ഡിറക്ഷൻ സൈഡിൽ. സ്ക്രിപ്റ്റ് സോളിഡാണ്, മിഥുൻ മേനോൻ്റെ സ്ക്രിപ്റ്റ് നന്നായിട്ടുണ്ട്. പക്ഷേ ഡയറക്ഷൻ കുറച്ചും കൂടെ ചിലടത്ത് ബെറ്റർ ആവായിരുന്നു. BGM വളരെ മനോഹരമാണ്. പക്ഷേ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ BGM ആവശ്യമില്ലാത്തടത്തുമൊക്കെ ഒരുപാടടുത്ത് ഇടുന്നുണ്ട്. അതും കൂടെ ഒത്തിരി കുറയ്ക്കാമെന്ന് തോന്നിയിരുന്നു. ബാക്കി ഓവറോൾ നല്ല പടം. വന്ന് എന്തായാലും കാണുക, ആരും മിസ്സാക്കരുത്. തിയേറ്ററിൽ കാണേണ്ടതാണ്. മമ്മൂട്ടിയെ കാണാൻ വേണ്ടി വരാം, മമ്മൂക്കയെ കാണാൻ വേണ്ടി വരാം. മനോഹരം, ഒരു രക്ഷയില്ല. ഈ വയസ്സിൽ മമ്മൂക്കയുടെ ആ സ്വാഗ് ഇത് സ്ക്രീൻ പ്രസൻസ് എന്നാ ഭംഗിയാന്ന് ഒരു രക്ഷയില്ല. നമ്മൾ അത് കണ്ടുകൊണ്ടെങ്കിൽ ഫുൾ ഇരുന്നു പോകും. അതാ മനോഹരമായി പടം, വന്ന് കാണുക. നമ്മൾ ട്രെയിലറിൽ നമ്മൾ കണ്ടു. ഇപ്പോൾ ട്രെയിലറിൽ കാണുന്നത് എന്താണോ അത് തന്നെയാണ് നമ്മൾ സിനിമയിൽ ഉടനീളം കാണിക്കാൻ സാധിക്കുക. പിന്നെ ഈ ഒരു കഥാപാത്രത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടിപ്പിക്കലി ഒരു മധ്യ കേരളത്തിലെ ഒരു എന്താ പറയുക, ഒരു ഹൈ റേഞ്ചിൽ ആ ഒരു പരിസരത്ത് ചുറ്റുപാറ്റും നമ്മളെ പള്ളിപ്പെരുന്നാളും നമ്മൾ അടിയും പിടിയായിട്ടൊക്കെ നടക്കുന്ന ഒരു ടിപ്പിക്കൽ കഥാപാത്രം. ഇതിനു മുമ്പ് മമ്മൂട്ടി ഇത് സമാനമായ കുറേ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു കഥാപാത്രത്തിന് ചില ജീവിതത്തിൽ ചില സാഹചര്യങ്ങൾ കൊണ്ട് ഇന്ത്യയിലെ വേറൊരു നഗരത്തിൽ എത്തിപ്പെടേണ്ടി വന്നു. പക്ഷേ അവിടെ അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ആ ഒരു സാഹചര്യങ്ങൾ എത്തിപ്പെടുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചാലഞ്ചസ് ആയിട്ട് വരുന്നത് സമൂഹത്തിൽ വളരെ പ്രബലരായിട്ടൊന്നല്ല, ഒരു അങ്ങനത്തെ രീതിയിൽ നിൽക്കുന്നത് ഒരു അണ്ടർ വേൾഡും ഇങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഒരു വലിയൊരു പടയാണ് അദ്ദേഹത്തിനെതിരെ നിൽക്കുന്നത്. പക്ഷേ അതെങ്ങനെ അത് ഓവർകം ചെയ്യുന്നു, അദ്ദേഹം തൻ്റെ ബന്ധങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു, അങ്ങനെ ഒരു ഓവർകം ചെയ്തു എന്നുള്ള രീതിയിലാണ്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ക്രിസ്റ്റോസ് സേവർ എന്ന മ്യൂസിക് ഡയറക്ടർ, അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന BGM നമുക്ക് എവിടെ നിന്ന് തിയേറ്ററൊക്കെ കുലുങ്ങുന്ന, ചെയറൊക്കെ ഇരുന്ന് പ്രകമ്പനം കൊള്ളുന്ന ഒരു എഫക്റ്റായിരുന്നു. അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. രാജ്ബി ഷെട്ടി ഒരു ടിപ്പിക്കൽ വില്ലൻ, നമ്മൾ എല്ലാ സിനിമകളിലൊക്കെ ഒരു തെലുങ്ക് സിനിമകളിലൊക്കെ കാണുന്ന ഒരു ടിപ്പിക്കൽ ഒരു വില്ലനിസം കാണിക്കുന്ന ഒരു കഥാപാത്രമായിട്ട് അദ്ദേഹം വന്നിട്ടുണ്ട്, അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പിന്നെ സുനിലിൻ്റെ കഥാപാത്രം നമ്മൾ കുറേ സിനിമകളിൽ ചെയ്ത കുറച്ച് കാര്യങ്ങൾ, പക്ഷേ അദ്ദേഹത്തിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് എന്തിനായിരുന്നു? ഓക്കെ, അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടം. പിന്നെ അവസാനമായിട്ട് വന്നു കഴിഞ്ഞാൽ മമ്മൂട്ടി ഇത്രയും വയസ്സിലും പുള്ളി ചെയ്യുന്നത്, നമ്മളത് ഒരു എക്സ്ക്യൂസായിട്ട് പറയുന്നതല്ല. അദ്ദേഹത്തിന് ഇത്ര വയസ്സായി അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നല്ല. നമ്മൾ ലോക സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ ഇത്രയും പ്രായമായിട്ടുള്ള ആൾക്കാർ നമ്മൾ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ഒരു വ്യക്തിത്വങ്ങളിൽ ഒന്ന് തന്നെയാണ് മമ്മൂക്ക. അപ്പോൾ അദ്ദേഹത്തിന് എന്താണ് ഈ റോളിന് ചെയ്യാനുള്ളത് അത് മനോഹരമായിട്ട് തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊരു ടിപ്പിക്കലി മാസ് ഒരു സിനിമയാണ്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയോടെ മാത്രം വരിക ആൾക്കാർ. അത് കണ്ടു കഴിഞ്ഞാൽ നമ്മളിതൊരു ഇപ്പം എന്നെ സംബന്ധിച്ച് ഇതുപോലെ ബിഗ് ബഡ്ജറ്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സിനിമകൾ ഇറങ്ങുമ്പോഴത്തേക്ക് വരിക, നമ്മളൊരു ഉത്സവത്തിന് അറ്റൻഡ് ചെയ്യാൻ വരുന്ന അത് ഇരിക്കുക, നമ്മൾ കാണുക, എൻജോയ് ചെയ്യുക. അതിനകത്ത് കൂടുതൽ ഇറങ്ങിച്ചെന്ന് ഇതില്ല മറ്റേലും മറിച്ചില്ല അങ്ങനെ അങ്ങനെയൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഈ സിനിമയ്ക്ക് വരിക, മമ്മൂട്ടി ഒരു ഓൾ ഇൻ ഓൾ മമ്മൂട്ടി ഷോ ആണ് ഇതിനകത്ത്. അത് ഒരു സാധാരണക്കാരൻ എങ്ങനെ, ഇപ്പം നമ്മളിപ്പോൾ എനിക്ക് ഒരു സാധാരണക്കാരൻ എങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ വന്നു നിന്നാൽ ചെയ്യും, പ്രതികരിക്കും, എല്ലാം അദ്ദേഹം മനോഹരമായിട്ട് തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്.